ഹലോ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു ആഷസ് പ്രേമിയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ള് കണ്ടോളൂ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ആഷസ് നമുക്കിപ്പോൾ ഓസ്ട്രേലിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിന്റെ സ്ഥിതി നിങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ആദ്യത്തെ 2 മത്സരങ്ങൾ ഓസ്ട്രേലിയ വിജയിച്ചിരിക്കുന്നു. വാശിയേറിയ ഒരു മത്സരം, അതായത് 3-ാം മത്സരം അങ്ങനെ 16-ാം തീയതി ആരംഭിക്കുകയാണ്. 5 മാച്ചാണ് ഈ സീരീസിൽ ഫുള്ള് ആഷസ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന്റെ ഒരു സ്ട്രോങ് കംബാക്ക് തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ഇംഗ്ലണ്ട് ഫാനാണ്. 2023 ആഷസ് നമുക്കറിയാവുന്നതാണ്. ഇതുപോലെ ആദ്യ 2 മത്സരങ്ങൾ ഓസ്ട്രേലിയ ജയിക്കുന്നു, അവിടുന്ന് ഇംഗ്ലണ്ട് തിരിച്ചു വരുന്നു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താം. ഇതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇനിയുള്ള അവശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ കംബാക്ക് ഉണ്ടാകുമോ, അതോ ഫുള്ളി ഓസ്ട്രേലിയ 5 മത്സരങ്ങളും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി കപ്പടിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തൊക്കെയായാലും ഓസ്ട്രേലിയയിൽ അവിടെ 2025 ആഷസ് നടക്കുമ്പോഴത്തേക്ക് 2027 വേണ്ട തയ്യാറെടുപ്പുകൾ ഇംഗ്ലണ്ട് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയ്ക്ക് അവസാനം ആഡ് ചെയ്യാം. 1882 ആരംഭിച്ച ആഷസ് കിയ ഓവലിലെ ഗേറ്റിൽ ഇന്നും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഷസിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ടി വിയിൽ ആഷസ് കാണുമ്പോഴത്തേക്കുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഈ ഫാൻസുമായിട്ടിരുന്ന് ആഷസ് മത്സരം ലൈവായിട്ട് കാണണമെന്നുള്ളത്. ഇത് 2023 ആഷസ് ആണ്. 2023 ആഷസിൽ ഇത് 5th ടെസ്റ്റ് ഡേ 5. അപ്പോൾ അതുവരെയുള്ള സ്റ്റാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓസ്ട്രേലിയ 2 ഇംഗ്ലണ്ട് 1 ആയിരുന്നു ജയിച്ചിരുന്നത്. ഇതിൽ ഈ ലാസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇംഗ്ലണ്ട് ജയിക്കാനായിട്ടൊരു നേരിയ സാധ്യത പോലും ഇല്ലായിരുന്നു. ഫസ്റ്റ് സെക്ഷനിൽ മഴ വന്നു, കാര്യങ്ങളായി. ഈ സെക്കൻഡ് സെക്ഷൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു, ഡിലേഡ് ആയിട്ട്. അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിൻ്റെ ഒരു മാസീവ് തിരിച്ചുവരക്കം ഉണ്ടായിരുന്നു. അതവിടെ കളി കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പോലും അന്ന് ആ സ്റ്റാർട്ടിങ്ങിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 2025 ആഷസ് അവിടെ നടക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ, ഇവിടെ 2027 ആഷസിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇതാണ് ആഷസിൻ്റെ മനോഹാരിത. 2 വർഷത്തിന് ശേഷം വരുന്ന ഒരു മാച്ചിൽ ആരൊക്കെ കളിക്കും, ഇനി നമ്മൾ കാണുമോ, എന്താണ് എന്ന് പോലും അറിയാത്ത ഒരിടത്ത് ഇംഗ്ലണ്ട് അടുത്ത ആഷസിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഇത് തന്നെയാണ് ആഷസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എടുത്തു പറയേണ്ടതും.